ആലപ്പുഴ മാവേലിക്കരയിൽ പിതാവ് പിഞ്ചുമകളെ അരുംകൊല ചെയ്യാനുണ്ടായ കാരണം തേടി പോലീസ്. പ്രതി ശ്രീ മഹേഷ് പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകുന്നത് എന്ന് അന്വേഷണ സംഘം പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടുകൊടുത്ത 6 വയസ്സുകാരി നക്ഷത്രയുടെ മൃതദേഹം അമ്മ വിദ്യയുടെ പത്തിയൂരുള്ള വീട്ടിൽ സംസ്കരിക്കും. കുഞ്ഞിനെ നല്ല സ്നേഹമായിരുന്നു. എന്നും രാവിലെയും വൈകിട്ടും എല്ലാം കുഞ്ഞിനെയും കൊണ്ട് ഈ വെക്കേഷൻ ടൈമിലായാലും കാറെ കൊണ്ട് നടക്കുന്ന ഒരു നല്ല വാങ്ങിച്ചു കൊടുക്കും, കടയിലെല്ലാം പോവുകയെല്ലാം ചെയ്യുന്നുണ്ട്. നോർമൽ മൈൻഡിൽ ഒരു അച്ഛൻ ഒരിക്കലും ഒരു മകളെ അങ്ങനെ ചെയ്യത്തില്ല. അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടോ? എന്തോ വൈഫ് മരിച്ച പിന്നെ ഡിപ്രഷൻ ഉണ്ടെന്ന് പറയുന്നു. കൃത്യം നടക്കുമ്പോൾ മദ്യലഹരിയിലായിരുന്നു പ്രതി. 2 വർഷം മുൻപ് ശ്രീമഹേഷിന്റെ ഭാര്യ വിദ്യ ജീവനൊടുക്കിയിരുന്നു. വിദ്യയുടെ വീട്ടിൽ പോകണമെന്ന് നക്ഷത്ര വാശി പിടിച്ചതിനാലാണ് പ്രകോപിതനായതെന്നായിരുന്നു ശ്രീമഹേഷിന്റെ പ്രാഥമിക മൊഴി. പോലീസ് ഉദ്യോഗസ്ഥയുമായി ഉറപ്പിച്ചിരുന്ന മഹേഷിന്റെ വിവാഹം അടുത്തിടെ മുടങ്ങിയിരുന്നു. ഇതും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. അതേസമയം ശ്രീമഹേഷ് ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല. നക്ഷത്രയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ സുനന്ദയെയും ശ്രീമഹേഷ് ആക്രമിച്ചിരുന്നു. കൈക്ക് വെട്ടേറ്റ സുനന്ദ ചികിത്സയിൽ തുടരുകയാണ്. കുഞ്ഞിൻ്റെ കരച്ചിലും ബഹളവും കേട്ട് ഈ സുനന്ദ എന്ന് പറഞ്ഞ പ്രായമായ അമ്മ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഏകദേശം അവർക്ക് എന്തോ കാര്യമായി സംഭവിച്ചുണ്ടെന്ന് മനസ്സിലായി. ഇനി അവരെ എന്തെങ്കിലും ആക്രമിക്കുമെന്ന് ഭയന്ന് അവർ ഓടിയ സാഹചര്യത്തിൽ എൻ്റെ വൈഫും എൻ്റെ മോളും കൂടെയാണ് താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയത്. പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ഓമനിച്ചു വളർത്തിയ മകളെ ശ്രീമഹേഷ് അരുംകൊല ചെയ്യാനുള്ള വ്യക്തമായ കാരണങ്ങൾ തേടുകയാണ് പോലീസ്. 2ാം വിവാഹം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ബോണിയം വർഗീസിനൊപ്പം മാവേലിക്കരയിൽ നിന്ന് M. ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.